ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ യാച്ചിലൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അൽ ജദ്ദാഫ് മറീൻ സ്റ്റേഷനാണ് നമ്മളെ സ്പോട്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബോട്ടിൽ കയറാനുള്ള ഒരു സ്പോട്ടിൻ്റെ അടുത്തേക്ക് കുറച്ച് നടന്നിട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഇക്കാൻ്റെ ഫ്രണ്ടും അവരുടെ വൈഫും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ ഒരു ഏരിയ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനും സൈഡിൽ പാർക്കും അതേപോലെ സ്കേറ്റിങ്, സ്കൂട്ടർ ഇങ്ങനെയുള്ളത് വെച്ചിട്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയ ആണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ യാച്ചിലോട്ട് കയറാനുള്ള അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് താഴോട്ടേക്ക് പോവാൻ ലിഫ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റെയർ കേസും ഉണ്ട്. നമ്മൾ സ്റ്റെയർ കേസ് വഴിയാണ് പോകുന്നത്. നമ്മൾ ബ്രിഡ്ജ് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സും വൈഫും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. 35 ദിറംസാണ് ഒരാൾക്ക് വരുന്നത്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊട്ട് 35 ദിറംസാണ് വരുന്നത്. നടന്ന് ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി കനാലിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്. അത് കടന്നിട്ട് ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. അതിലൂടെ വേണം അങ്ങോട്ടേക്ക് പോകാൻ.
ബോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു യാച്ചിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ യാച്ചിലോട്ട് കയറി. നല്ല അടിപൊളിയായിട്ട് താഴത്തെ ഫ്ലോറ് ടേബിളും ചെയറൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ യാച്ചിൽ ഫസ്റ്റ് ടൈം കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഫേസിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടെ അവർ ഓരോരുത്തരായിട്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് പോയി. മുകളിൽ പിന്നെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അങ്ങനെ സൈഡിലോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റാക്കി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളത്തിലോട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. മക്കളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവർ കുറേ ആൾക്കാർ വരാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ബോട്ട് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ വന്നതിന് ശേഷം ബോട്ട് എടുത്തു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ബർത്ത്ഡേ പാർട്ടികളും അതേപോലെ ഓരോ കമ്പനീൻ്റെ അങ്ങനെ ഫ്രണ്ട്സുകൾ കൂടുതലും അങ്ങനെ എല്ലാമായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ ആ ഒരു ബോട്ടിൽ. ഇക്കാൻ്റെ ഫ്രണ്ട്സ് അവർ വീഡിയോസൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കയറിയത് തൊട്ട് ഇറങ്ങുന്നതിൻ്റെ ആ ഒരു സമയം വരെ ബോട്ടിലിങ്ങനെ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് വോയിസ് ഓവർ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ വീഡിയോസിന് കോപ്പിറൈറ്റ് അടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വോയിസുകളൊന്നും ഞാൻ ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫുള്ള് വോയിസ് ഓവറും എടുക്കുകയാണ്. നല്ല സൗണ്ടിൽ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മോനൊക്കെ നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ കളിക്കലും എല്ലാമായിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു എമൗണ്ടിൽ തന്നെ ഇൻക്ലൂഡ് ആവും. ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. റൈസായിട്ടും അതേപോലെ കുബൂസ്, പിന്നെ അതിലോട്ട് കറികൾ മട്ടന് കറിയും അതേപോലെ കബാബ്, നൂഡിൽസ്, പിന്നെ പാസ്ത, വെജിറ്റബിൾ സാലഡ്, അങ്ങനെല്ലാം ഫുഡിങ് എല്ലാം ഉണ്ടായിരുന്നു. നമുക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് കഴിക്കാം.
പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മക്കളെ താഴത്തെ ഫ്ലോറിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ട്, അയാൾ എന്താ മുകളിലോട്ട് വരാത്തതെന്നും പറഞ്ഞ് മോനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ വന്നു, ഡാൻസൊക്കെ കളിച്ചു, നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുതിരയുടെ വേഷമൊക്കെ കെട്ടിയിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അതും. താഴത്തെ ഫ്ലോറിലാണ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ വാഷ്റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. വാഷ്റൂമിൽ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറാൻ സമയത്ത് അവരും താഴോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. ഇനി താഴെ DJ സോങ്ങൊക്കെ ഇട്ടിട്ട് ഡാൻസ് ആണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ നിന്ന്. അപ്പോൾ തന്നെ പാട്ടൊക്കെ ഇട്ടിട്ട് മുകളിലുള്ള ആൾക്കാരെല്ലാവരും താഴോട്ട് ഇറങ്ങി വന്ന്, പിന്നെ മക്കളും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസും ഇതൊക്കെ ആയിട്ട് ഒരു 15-20 മിനിറ്റ് അങ്ങനെ പോയി.
ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതേപോലെ ഈ ഒരു യാച്ചിനകത്ത് ഒരു ഫോട്ടോ എടുക്കുന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ പ്രിൻ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു. അങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു നമ്മൾ. അവരുടെ കാരണം ഫ്രണ്ടിൻ്റെ ഫാമിലി, നമ്മളെ ഫാമിലിയും പിന്നെ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആളെടുത്തുനിന്ന് അപ്പോൾ തന്നെ അവർ പ്രിൻ്റ് എടുത്തിട്ട് അപ്പോൾ തന്നെ തരും. അങ്ങനെ അവർ എന്തോ കുറച്ച് ക്യാഷ് എന്തോ ഉണ്ട്, അങ്ങനെ അത് കൊടുത്ത് നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു യാച്ചിലെ യാത്ര 2 മണിക്കൂറാണ്. 2 മണിക്കൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഏരിയയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ കയറി ആ ഒരു സ്പോട്ടിൽ തന്നെ കൊണ്ടുവന്ന് അവർ ഇറക്കും. അപ്പോൾ അതിനിടയിൽ ഫുഡ് കഴിക്കലും പിന്നെ ഡാൻസും അങ്ങനെ നമ്മളൊരു 2 മണിക്കൂർ സമയം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാച്ചിന്ന് ഇറങ്ങി. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. മക്കൾക്കായാലും തന്നെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡാൻസ് കളിക്കലും അങ്ങനെ എല്ലാമായിട്ട്. അപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആൾക്ക് ജസ്റ്റ് ഒന്ന് കൂടണം അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് ഇങ്ങനെ ഒരു ഇത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഫുഡും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യുഎയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ പോവുക, എൻജോയ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിനി വന്ന വഴി തന്നെ തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.